ഉടമ്പടി പദ്ധതിയുടെ പ്രയോഗങ്ങളെ മറ്റു പ്രാർത്ഥന പദ്ധതി പ്രയോഗങ്ങളുമായിട്ട് ഏറ്റവും ശക്തമായ രീതിയിൽ വ്യത്യാസപ്പെടുത്തുന്നത് നമുക്കറിയാം അതിൻ്റെ പ്രസൻസ്. ഇത് ഈ ദിവസങ്ങളിലൊക്കെ മനുഷ്യർ കൂടുതൽ പറയുന്നതാണ് പ്രസൻസ്. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും വ്യത്യസ്തമായ കാഴ്ചയിലൂടെ, ദർശനത്തിലൂടെ, ഗന്ധത്തിലൂടെ, കേൾവിയിലൂടെ, ഇങ്ങനെ ഇന്ദ്രിയമായ രീതിയിൽ, ഇന്ദ്രിയ സ്പർശമായ രീതിയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം മനുഷ്യരെ ഒത്തിരി പേര് എല്ലാ ആഴ്ചകളിലും എല്ലാ ദിവസങ്ങളും തന്നെ സാക്ഷ്യം പറയുന്നുണ്ട്. ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ദൈവാനുഭവങ്ങളൊന്നാണ് പ്രസൻസ്, സാന്നിധ്യം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉടമ്പടി എടുക്കുന്നവർ ഈ പ്രസൻസിനെ കുറിച്ച് നല്ല ബോധം ഉണ്ടാകണം. ഒന്നാമത്തെ കാര്യം പ്രസൻസ് ആൻഡ് പ്രോമിസ്. ഇത് നമുക്ക് കിട്ടുന്ന പ്രസൻസ് ഫീലിംഗ് ഇല്ലേ, ദൈവസാന്നിധ്യത്തിൻ്റെ ഫീലിംഗ്, അത് പ്രോമിസ്ഡ് ആണ്. അതായത് വാഗ്ദാനപ്രകാരമാണ്. ഉടമ്പടിയുടെ പാക്കേജിൽ ദൈവം പ്രോമിസ് ചെയ്തിട്ടുള്ളതാണ്. എല്ലാ സമയത്തും കവനൻ്റ് ആൻഡ് പ്രോമിസ് ആൻഡ് പ്രസൻസ് ഒരുമിച്ച് പോകുന്ന സബ്ജക്റ്റാണ്. കവനൻ്റ് മീൻസ് ഉടമ്പടി, പ്രോമിസ് മീൻസ് വാഗ്ദാനം. അപ്പോൾ ഉടമ്പടിയുടെ വാഗ്ദാനങ്ങളിൽ എന്നോട് ചോദിച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും പ്രസൻസ് ആണെന്ന് പറയും. പ്രസൻസ് ഓഫ് ഗോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം. അത് നമ്മൾ പരീക്ഷ ഹാളിലായാലും കോടതിയിലായാലും അതുപോലെ തന്നെ നമ്മൾ ICUയിലായാലും വെന്റിലേറ്ററിലായാലും ഈ പ്രസൻസ് ഒക്കെയാണ്. അങ്ങനെ പ്രസൻസിൻ്റെ മാത്രം ഒരു 1000-ഓളം സാക്ഷ്യങ്ങൾ ഓൾറെഡി യൂട്യൂബിൽ കൃപാസനം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം നമുക്ക് എക്സ്പീരിയൻസാണ് പ്രസൻസ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഒരു സാക്ഷ്യം ശില്പ എന്ന് പറയുന്ന ഒരു നേഴ്സിൻ്റെ സാക്ഷ്യമാണ്. ശില്പയുടെ സാക്ഷ്യത്തിൽ കുറേ സംഭവങ്ങളുണ്ട്. ഉടമ്പടിയുടെ കുറേ വിഷയങ്ങളുണ്ട്. അതിലൊന്ന്, ഇവർ ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് ശരീരം തണുക്കും. രോഗമല്ല, വല്ലാത്ത സുഖതമായ ഒരു തണുപ്പ് ഫീൽ ചെയ്യും. മുറിയിലായാലും നടക്കുമ്പോഴായാലും പണ്ടില്ലാഞ്ഞ രീതിയിൽ. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു പ്രസൻസാണ് അവർക്കത് ഫീൽ ചെയ്യുന്നത്, തണുപ്പായിട്ട്. ഈ പുകയും മഞ്ഞുകണങ്ങളും ഒക്കെ ബൈബിളിലെ പ്രസൻസിൻ്റെ അടയാളമാണ്. മഞ്ഞുകണങ്ങൾ, അതുപോലെ തന്നെ പുക, പരിശുദ്ധമായ പുക, അതെല്ലാം ഈ ബൈബിളിലെ പ്രസൻസിൻ്റെ ഫീലിംഗ്. മേഘങ്ങൾ, കൂടാരത്തിൻ്റെ വാതിക്കലെ മോശ പ്രാർത്ഥിക്കുമ്പോൾ കൂടാരം മേഘമായി നിറയും. ദൈവത്തിൻ്റെ സാന്നിധ്യം. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കണ്ട, ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. പുറപ്പാട് 33:9. മോശ കൂടാരത്തിൽ പ്രവേശിക്കുമ്പോൾ, പറഞ്ഞേ, മോശ കൂടാരത്തിൽ പ്രവേശിക്കുമ്പോൾ മേഘസ്തംഭം ഇറങ്ങി വന്ന് കൂടാരവാതിൽക്കൽ നിൽക്കും. ഇത് മേഘം. അതുപോലെ തന്നെയാണ് സീനായി മരമുകളിലെ പുക ഉയരുന്നത് കാണാം. പുക
നമ്മൾ ധൂപമൊക്കെ അൾത്താരയിൽ അർപ്പിക്കുന്നത് ഈ മഹത്വത്തിൻ്റെയും മേഘത്തിൻ്റെയും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ അനുരൂപമായിട്ടാണ് അൾത്താരയിലൊക്കെ നമ്മൾ ധൂപം ഉപയോഗിക്കുന്നത്. ഇങ്ങനെ വ്യത്യസ്തമായ, നമുക്കറിയാം ദൈവമായിട്ട് വരുമ്പോൾ പ്രസൻസിനാണ് കൂടുതൽ നമ്മൾ. പക്ഷേ വി ആർ നോട്ട് ദാറ്റ് ബോദർ. ഇപ്പം അപ്പത്തിൻ്റെ വിഷയം, അതായത് അൾത്താരയിൽ തന്നെ ഈശോ അപ്പത്തെക്കുറിച്ച് എന്താ പറഞ്ഞത്? ഞാനാണെന്നാണ് പറഞ്ഞത്. അല്ലാതെ ഈ അപ്പം കാണുമ്പോൾ എന്നെപ്പോലെ ഇരിക്കുമെന്നല്ല പറഞ്ഞത്. ഡു ദിസ് ഇൻ മെമ്മറി ഓഫ് മൈ. എന്നിട്ട് പറഞ്ഞത്, അതായത് ദിസ് ഈസ് മൈ ബോഡി. ഇത് റിസംബിൾ ആണെന്നല്ല പറഞ്ഞത്, ബോഡിയെപ്പോലെ ഇരിക്കുന്നു എന്നല്ല പറഞ്ഞത്. ദിസ് ഈസ് മൈ ബോഡി. ദാറ്റ് മീൻസ് ഈ അപ്പം എടുക്കുമ്പോൾ അവൻ്റെ സാന്നിധ്യം അതിൻ്റെ ഇൻകൾക്കേറ്റ് ചെയ്തിരിക്കുന്ന ദൈവം. കൈ ഇടിച്ച് കർത്താൻ എന്നും കൂടെ എൻ്റെ പ്രിയപ്പെട്ട പുറപ്പാട് 19:17-18 തിരുവചനങ്ങൾ. പുറപ്പാട് 19:17-18. ദൈവത്തെ കാണുന്നതിനു വേണ്ടി പറഞ്ഞേ. ദൈവത്തെ കാണുന്നതിന് വേണ്ടി മോശ ജനത്തെ പാളയത്തിന് പുറത്തു കൊണ്ടുവന്നു. അവർ മലയുടെ അടിവാരത്തിൽ നിലയുറപ്പിച്ചു. കർത്താവ് അഗ്നിയിൽ ഇറങ്ങി വന്നതിനാൽ സീനായ് മല മുഴുവൻ ധൂമാവൃതമായി. അതെ, ചൂളയിൽ നിന്നെന്ന പോലെ അവിടെ നിന്ന് പുക ഉയർന്നുകൊണ്ടിരുന്നു. മല ശക്തമായി ഇളകി വിറച്ചു. അതായത് മേഘം, പുക, മഞ്ഞ് ഇതെല്ലാം സാന്നിധ്യമാണ്. നമ്മളിതിനെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരാണ്. ഇപ്പം ശില്പ പറഞ്ഞില്ലേ, എനിക്ക് തണുക്കണ പോലെ തോന്നിയെന്ന്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ദൈവത്തിൻ്റെ തണുവ് ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കാം. ഓരോരുത്തർക്കും ഓരോ രീതികളാണ്. ചിലർക്ക് ഇങ്ങനെ സുഗന്ധം വന്നുകൊണ്ടിരിക്കാം, ചിലർക്ക് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കാം. ഇപ്പം ശില്പയുടെ തന്നെ സാക്ഷ്യത്തിൽ വേറൊരു സംഭവമുണ്ട്. അവളിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ കുരിശുരൂപം കുലുങ്ങും. ഭിത്തിയെ കിടന്ന കുരിശുരൂപം ഇങ്ങനെ വിറക്കും. അപ്പോൾ ശില്പ സന്നദ്ധ വിചാരിക്കും, കർത്താവേ പീഡനമാണല്ലേ എന്ന് ചോദിക്കും. പീഡനമാണല്ലേ ഇനി വരാൻ പോണത്? പീഡനം. അതെങ്ങനെ മെസ്സേജാണത്? ഇക്കാലത്തൊക്കെ മനുഷ്യൻ്റെ ദൈവാനുഭവങ്ങളെന്നൊക്കെ പറഞ്ഞത് സൂക്ഷ്മജീവികളെന്ന് ഞാൻ പറയണത് ബാക്ടീരിയയും അമീബയും അല്ല, ആധ്യാത്മികതയും സൂക്ഷ്മതയുള്ളവർ. നീ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സുഭാഷിതം 5 പറയത്തില്ലേ, സൂക്ഷ്മതയുള്ളവനായിരിക്കണം. അത് ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്, ഒരു സൂക്ഷ്മത വേണം. അല്ലാതെ വന്ന പോലെ ഉടമ്പ് എടുക്കാൻ വന്ന ആ മൈൻഡ് സെറ്റിൽ വരരുത്. ഉടമ്പ് എടുത്തിട്ട് പോകുമ്പോൾ പിന്നെ ഏത് സമയത്തും ദൈവത്തെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ടേക്ക് ദ ബെഡ് ഓഫ് സുഭാഷിതം. ദേവാലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ശ്രുതിക്കട്ടെ. സഭാപ്രസംഗകൻ 5:1. സഭാപ്രസംഗം 5:1. ദേവാലയത്തിലേക്ക് പോകുമ്പോൾ സൂക്ഷ്മതയുള്ളവനായിരിക്കുക. ശ്രദ്ധിച്ചു കേൾക്കാൻ അടുത്ത് ചെല്ലുന്നതാണ് വിഡ്ഢിയുടെ ബലിയർപ്പണത്തേക്കാൾ ഉത്തമം. അപ്പം സൂക്ഷ്മത ഉടമ്പടിയുടെ ഒരു വലിയ ക്വാളിറ്റിയാണ്. നിങ്ങൾ ആരാണ്? നിങ്ങൾ ദൈവമായിട്ടല്ലേ, ഈക്വൽ പാർട്ട്ണർ അനുസരിച്ചല്ലേ ഉടമ്പടി ചെയ്തിരിക്കണത്. നിങ്ങൾ എഴുതിയിരിക്കുന്നത് ഈ നിബന്ധനകളെ പാലിച്ചുകൊള്ളാവുന്ന ഒപ്പിട്ടിരിക്കുകയാണ് അല്ലേ, അത് ഒന്നിവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ വാട്ട് ഈസ് ആക്ച്വലി ഹാപ്പൻ, നിങ്ങളുടെ തരക്കാരല്ലാത്ത ഒരാളുമായിട്ട് നിങ്ങൾ ഈക്വൽ പാർട്ട്ണറുമായിട്ട് നിങ്ങൾ ഒരു കരാറിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? പോക്കിത്തരം കാണിച്ചാൽ, പൊട്ടത്തരം കാണിച്ചാൽ പണി കിട്ടാൻ സാധ്യതയുണ്ടെന്നാണ് പറഞ്ഞുകൊണ്ട് വരുന്നത്. പറഞ്ഞ മനസ്സിലായില്ലേ? ഉടമ്പടി ഉഴപ്പിട്ടുള്ള ആൾക്കാർ മൈൻഡ് ഇറ്റ് ഈസ് എ വെരി വെരി സീരിയസ് തിങ്. നിങ്ങളൊരു ദൈവമായിട്ട്, നിങ്ങളൊരു ഈക്വൽ പാർട്ട്ണറുമായിട്ട് നിങ്ങൾ സത്യസന്ധമായിട്ട്
നിങ്ങൾ ഉടമ്പടി കരാർ ചെയ്തിരിക്കുകയാണ്. അപ്പോഴെന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങളോട് 2 ആഴ്ചയിലൊരിക്കൽ കുമ്പസാരിക്കണമെന്ന് കത്തോലിക്കോട് പറയാൻ കാര്യം? ദേ മസ്റ്റ് ഡു ഇറ്റ് ബൈ നോ മീൻസ്. മറ്റുള്ളവരെന്ന് പറഞ്ഞ് കൈയും കണ്ടിരുന്നാൽ മതിയാ? അല്ല, അവർ മനസ്സാക്ഷിക്കൊപ്പിച്ച് ദൈവത്തിൻ്റെ കൃപയിൽ ദൈവത്തിന് നിരക്കുന്ന നീതിയുടെ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. ഇപ്പം ഇന്നലെ ഒരു കുട്ടിയും അമ്മയും കൂടി ഇവിടെ വന്നു. അപ്പോൾ അവളുടെ പ്രശ്നം ഒരു ഡൈവേഴ്സിലാണ്. അപ്പോൾ കുട്ടിയെ ഭർത്താവ് നാട്ടിൽ വിദേശത്തെ ജോലിയും കഴിഞ്ഞിട്ട് അയാൾ നാട്ടിൽ തിരിച്ചു വന്ന് കുട്ടിക്ക് കേസ് പറയാൻ വേണ്ടി പോയി എന്നിവൾ അറിഞ്ഞ്. അപ്പോൾ അയാൾ നാട്ടിൽ വരുന്നതുകൊണ്ട് കുട്ടിനെയും കൊണ്ട് ഇവൾക്ക് കാനഡയിലേക്ക് പായണം. അതിനുടമ്പടി ചെയ്തിരിക്കുകയും. മനസ്സിലായില്ലേ? അപ്പം ഞാൻ ചോദിച്ചേ, നീ അവിടുന്ന് വഴക്കിട്ട് പോകുന്നതാണ്, നിന്നെ തല്ലിയ ഇടിച്ച കൊണ്ടൊന്ന് ആക്കിയതാണ്. അവൾ മിണ്ടണില്ല. അതാ മനസ്സിലായില്ലേ? അവൾ മിണ്ടണില്ല. നീ നിന്നെ വഴക്കിടിച്ച് കൊണ്ടുവന്ന് ഭർത്താവ് ഉപദ്രവിച്ച് കൊണ്ടുവന്ന് വീട്ടിൽ ഇതാക്കിയതാണ്. അതാ നീ തന്നെത്താൻ പോകുന്നതാണ്. അവൾ മിണ്ടണില്ല. അപ്പോൾ അതിൻ്റെ അകത്ത് എന്ത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലേ? അതാ പ്രശ്നം. ചില പെണ്ണുങ്ങൾക്ക് പ്രസവിച്ച് നാട്ടുകാരെ കാണിച്ചിട്ട് അവർക്ക് ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് കാനഡയിൽ പോയാൽ മതി. ഇങ്ങനെയുള്ള ഒത്തിരി കന്നുകാലികൾ ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഇതൊന്നും ദൈവ നിശ്ചയമല്ല. നിങ്ങളെ വെളുക്കാൻ തേക്കണ പാണ്ടാക്കാൻ പോവുകയാണ്. നിങ്ങളെന്താ ചെയ്യേണ്ടത്? ദൈവത്തോട് മര്യാദക്ക് ദൈവിക പദ്ധതി എന്താ മനസ്സിലാക്കി അതിനോട് യോജിക്കാനുള്ള ഒരു മനസ്സുണ്ടാക്കിയെടുക്കണം. അനുതാപം, പ്രസൻസിൻ്റെ ഈ സംഭവം അതാ. അല്ല, നിങ്ങളീ പറഞ്ഞ പോലെ നിങ്ങളെ കാണിക്കുന്ന ഗോപ്ര തട്ടിത്തരങ്ങൾക്കെല്ലാം ദൈവം അവസാന പാടുമെന്നാണ് വിചാരിക്കണത്. നിങ്ങൾ കാണിക്കുന്ന ദൈവത്തിന് നിരക്കാത്ത ജീവിത രീതിക്ക് ദൈവം ആമേൻ പറയുമെന്നാണ് വിചാരിക്കണത്. അനുദപിക്കാതെ there is no other option. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ഉടമ്പടി എടുത്തിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ആഴമായ അനുതാപം നൽകണമേ. ആത്മാവിന്റെ വലിയ അനുതാപം